ഡിയർ ഫ്രണ്ട്സ്, 7-സീറ്റർ വാഹനങ്ങൾ അതേപോലെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള വാഹനങ്ങൾ നോക്കുന്നവർക്ക് നമുക്കൊരു സ്വിഫ്റ്റിൻ്റെ പ്രൈസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഇന്നോവ കളക്ഷൻസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഡൽഹി പ്രൈസിന് നിങ്ങൾ വാഹനങ്ങൾ നോക്കണോ അല്ല ഇന്നോവൻ്റെ കിഡ്ഗാജ് കളക്ഷനാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഇന്നോവാസ് മാത്രമല്ല എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് തവണ നല്ല ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ 3 സ്റ്റാറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള നിസാർ തന്നെയാണ്. നിസാർ, നമ്മൾ 3 സ്റ്റാറിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് 3 സ്റ്റാറിൽ എത്തിച്ചേരാം? 3 സ്റ്റാറിൽ നമുക്ക് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രം മോഹത്തിന്റെ സെന്റർ റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് ഇതാണ് നമ്മൾ റോയൽ എൻഫീൽഡിന്റെ ഷോറൂം നമുക്ക് കാണാം. ഇത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ വള്ളോമ്പ്രം ജംഗ്ഷനിൽ നമുക്ക് കാലിക്കറ്റ് ഭാഗത്തേക്കായിട്ട് ജസ്റ്റ് നമുക്ക് ഹൈവേ സൈഡിൽ തന്നെ 3 സ്റ്റാർ യൂസ്ഡ് കാർസ് കാണാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇന്നോവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ഒരു വൈറ്റില് നല്ല അടിപൊളി കളറാണ്, നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ടൈപ്പ് 4 ആണ് വരുന്നത്. നിലവിലെ കൊണ്ടോട്ടി 84 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എന്നായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 G4 വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1,50,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. മേജറായ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ വണ്ടി? എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ? പക്ക വണ്ടി. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല 9-ഇഞ്ച് ടച്ച് സ്ക്രീൻ, നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് നമുക്ക് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. സോ നമുക്ക് മൈലേജ് കാര്യങ്ങൾ കൂടുതലുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നുമില്ല. ടൈപ്പ് 4 നമുക്ക് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന മോഡലുമാണ്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് എത്ര രൂപ കൊടുക്കാത്തത്? നമുക്ക് ഇതിന് ചോദിക്കുന്നത് ആസ്കാണ് 10 ലക്ഷം രൂപയാണ്. നമുക്ക് നെഗോഷ്യബിൾ ആക്കി പാർട്ടി വന്നാൽ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. 10 രൂപ ആസ്കിംഗ് ആണ്, പക്ഷെ അത് ഫൈനൽ റേറ്റ് ഒന്നല്ല, അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഏകദേശം നമുക്ക് എത്ര രൂപ വരെയൊക്കെ ലോൺ ചെയ്യാം? ഏകദേശം ഒരു 8 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 2 രൂപ 2.5 രൂപന്റെ താഴെയുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത നമുക്ക് സിൽക്കി ഗോൾഡ് അല്ലെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നോവയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. അത് നമുക്ക് KL 71 നിലമ്പൂർ രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത്. അങ്ങനെയായിരുന്നു മോഡല് കാര്യം. 2016 G4 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് നമുക്ക് സെയിം മോഡൽ തന്നെ വരുന്നത് അല്ലെ. ഇതും ഇന്റർകൂളർ തന്നെയാണ്. സോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതെ. എങ്ങനെയായിരുന്നു കിലോമീറ്റേഴ്സ് ഒക്കെ വരുന്നത്? 1,62,000 കിലോമീറ്റർ ഓടിയാണ്. മേജറായ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നമ്മള് ഗ്യാരണ്ടി ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ 8 സീറ്റർ ആണ് വരുന്നത്. 8 സീറ്റർ ആണ്. മറ്റേ നേരത്തെ നമ്മൾ 7 സീറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് 8 സീറ്റർ ആണ്. ഒന്നുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് ചോദ്യം വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 8,25,000 രൂപയാണ്. നമുക്ക് നെഗോഷ്യബിൾ ആണ് പ്രൈസ്. 8,25,000 അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി പ്രൈസ് കുറവാണ്. നമുക്ക് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്കുണ്ടെങ്കിൽ ഈ വണ്ടി 7,000 രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ 1 ലക്ഷം രൂപയ്ക്കുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് താഴെ തന്നെ. ഇത് ഫൈനൽ റേറ്റ് അല്ലല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് 1 ലക്ഷത്തിന് താഴെയുള്ള ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഇന്നോവ നോക്കുന്നത് നല്ലൊരു ബെസ്റ്റ് പ്രൈവറ്റ് വണ്ടികളാണ്. പ്രൈവറ്റ് വണ്ടിയാണ് വരുന്നത്. ഇത് നമുക്ക് വീണ്ടും അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 G4 തന്നെയാണ്. 2016 G4. മൂന്നും നമുക്ക് ഒരേ മോഡലാണ്. 3 നമുക്ക് വ്യത്യസ്ത കളറുകൾ അല്ലേ? അപ്പൊ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 1,62,000 കിലോമീറ്റർ ഓടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 7 സീറ്റ് വണ്ടി. 7 സീറ്റർ ആണ്. അപ്പൊ നമുക്ക് 7 സീറ്റർ ആയതുകൊണ്ട് ഒന്നുകൂടി ഒരു ബിസിനസ് ക്ലാസ് ലെവലിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പക്ക കംഫർട്ടബിൾ ആണ്. പക്ക സീറ്റ്സ് കാര്യങ്ങൾ സെക്കൻഡ് റോയിലും വരുന്നുണ്ട് അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. അതിന് എല്ലാ വണ്ടിക്കും നമ്മൾ ഗ്യാരണ്ടി ആണ് ഷോറൂമിലെ. അപ്പൊ എല്ലാ വണ്ടിക്കും നമുക്ക് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസിന് നമുക്ക് എല്ലാ വണ്ടിക്കും നമ്മൾ ഗ്യാരണ്ടി ആണ്. നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്ര ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 9,25,000 രൂപയാണ്. 9,25,000 ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം? ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു ഇന്നോവയും നമുക്ക് ഇറക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് അടിപൊളി കളർ തന്നെയാണ്. ഇതൊന്നുകൂടി ഗ്രേ ഫിനിഷിംഗ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡൽ G4. 2011 മോഡൽ 15 മോഡൽ അറേവിയലും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. 8 സീറ്റ് വണ്ടിയാണ്. 8 സീറ്റർ ആണ്. അഡീഷണൽ അലോയ്സ്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 15 മോഡൽ. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത്? ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയോ. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടിയാണ്. ഓക്കെ, ഹിസ്റ്ററൊക്കെ എല്ലാം പക്കയാണ് അല്ലേ? നമുക്ക് ഗ്യാരണ്ടി പറയാം. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി ആണ്. എന്നാലും നമ്മളൊരു ഉറപ്പിച്ച് പറയണം. എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? എങ്ങനെയായിരുന്നു ഈ വണ്ടി? ഇത് നമ്മൾ ചോദിക്കുന്നത് 9,25,000 രൂപയാണ്. 9,25,000 അല്ലേ?
ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 15 മോഡല് ഇന്റർകൂളർ ആണ് വരുന്നത്. ഇതല്ല ഇന്റർകൂളർ അല്ല, സാധാ വണ്ടിയാണ് വരുന്നത് അല്ലേ? യെസ്. എന്തായാലും നമുക്കൊരു 12 മൈലേജ് പ്രതീക്ഷിക്കാം. യെസ്. വീണ്ടും നമുക്ക് അടുത്തൊരു ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ 14 റേസർ, 3rd RC ഓണർ ആണ്. ഓക്കെ. G4 വേരിയന്റ് ആണ്. G4 വേരിയന്റ്. അഡീഷണൽ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. യെസ്. നമുക്ക് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ പക്ക നീറ്റ് അല്ലേ? യെസ്. ഇതെങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 1,82,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തത്. ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ. സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ കൂടുതലായിരിക്കും അല്ലേ? യെസ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 7,60,000 രൂപയാണ്. 7,60,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. ഇതും 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. പിന്നെ ഈ ഒരു പ്രൈസ് ഒന്നും നമുക്ക് ഫൈനൽ റേറ്റ് അല്ലല്ലോ, എല്ലാം നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഇത് വീണ്ടും നമുക്കൊരു പ്യൂർ വൈറ്റ് ഇല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 G4, 1,90,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തത്. ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ. 190 ഇന്റർകൂളർ ഇല്ല? 7 സീറ്റർ ആണ്. എങ്ങനെയായിരുന്നു ഈ ഒരു വണ്ടിക്ക്? നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 6,60,000 രൂപയാണ്. 6,60,000 അല്ലേ? ഇത് നമുക്കൊരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന അതുകൊണ്ട് നല്ല അടിപൊളി വണ്ടിയാണ്. അത് നമുക്ക് പക്ക ടൈപ്പ് 4 ആണ് വരുന്നത്. മോഡൽ പറഞ്ഞത് 2012 ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത വണ്ടി ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് ഉണ്ടാവില്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം നമുക്ക് ഒരു 1.5 റേഞ്ചിന് വണ്ടി 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല? ഇതാണ് വീണ്ടും പക്ക ബ്ലാക്കിൽ വീണ്ടും ഒരു വണ്ടി. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2013 G4 ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ? യെസ്. ഇത് നമുക്ക് ടൈപ്പ് 4 ഇങ്ങനെ വരുന്നതാണ്, കൺവേർട്ടർ ആണോ വരുന്നത്? ഒറിജിനൽ ടൈപ്പ് 4 കമ്പനി വരുന്നതാണ്. കമ്പനി വരുന്നത് തന്നെയാണ് വരുന്നത് ഇല്ല? ഒറിജിനൽ കേരളയാണ്. അത് നമുക്ക് ടൈപ്പ് 4 ഒറിജിനൽ ആണ് പക്കായിട്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കറക്റ്റ് സർവീസിന്റെ വണ്ടിയാണ്. 3 ലക്ഷം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തോളൂ. അതിന്റെ നമ്മൾ പ്രൈസിൽ നമ്മൾ നെഗോഷ്യബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇന്നോവ എത്ര രൂപ കൊടുക്കാം? നമുക്ക് 8 ലക്ഷം രൂപ നമ്മൾ ചോദിക്കണുള്ളൂ. അത് നെഗോഷ്യബിൾ ആണ്. 8 ലക്ഷം രൂപ അത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം നമുക്ക് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഏറ്റവും വലിയ ഹൈലൈറ്റ് പക്ക ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ടൈപ്പ് 4 ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഇത് നമുക്കൊരു ക്രിസ്റ്റ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 G4 ആണ്. 1,07,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. ഓക്കെ. 1.7 അതെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. മാനുവൽ വരുന്നത്? മാനുവൽ ആണ്. യെസ്. അപ്പോൾ ഹിസ്റ്ററിക്ക് പക്കയാണ്. നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് 7 സീറ്റർ ആണ്. പക്ക കിടുവാണ് വരുന്നത്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിൽ നമ്മൾ ചോദിക്കുന്നത് 14,80,000 രൂപയാണ്. 14,80,000 ഒരു ബെസ്റ്റ് പ്രൈസിന് 2017 മോഡൽ ക്രിസ്റ്റ. ഏകദേശം നമുക്ക് 17 മോഡലുണ്ട് അല്ലേ? അത്യാവശ്യം മോഡലുണ്ട്. നമുക്കൊരു ശരിക്കും ഒരു ഇന്നോവന്റെ റേറ്റിന് തന്നെ ഒരു ക്രിസ്റ്റ ഉണ്ടാവും. നമ്പർ ആയിട്ടൊക്കെ ഉള്ളുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നെഗോഷ്യബിൾ ആണ്. ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല ട്രാക്കിൽ ആൾക്കാർ നല്ല ട്രാക്കിന് 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാലോ. വീണ്ടും നമുക്കൊരു ഇന്നോവ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 G4 1,70,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തത്. ഓക്കെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 9,30,000 രൂപയാണ്. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. കേരള നമ്പർ ആക്കി തരും. നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. NOC വന്ന വണ്ടിയാണ്. ടാക്സിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ചെയ്യാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇതിന് നമുക്ക് ഏകദേശം എത്ര രൂപ നമ്പറായി ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. യെസ്. അപ്പോൾ അതാണ് നമുക്ക് അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുവാഹനങ്ങളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഓൾട്ടോ, നാനോ, സ്വിഫ്റ്റുകൾ, ബൊലേറോ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി പാർട്ടാണ്. നമ്മൾ 3 സ്റ്റാറിലായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നിസാറായിരുന്നു. ഇപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രം നമുക്ക് ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ നേരെ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം കാണാം. അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ ബഡ്ജറ്റ് ഇന്നോവ ആവട്ടെ, ചെറിയ ബഡ്ജറ്റുള്ള കാറുകളാവട്ടെ നോക്കുന്നവരാണെങ്കിൽ വേറെ എവിടെയും പോകേണ്ട, നേരെ നമ്മൾ 3 സ്റ്റാർക്ക് പോരി. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് നിസാർ സൈനിങ് ഓഫ്.